സ്പേസിൻ്റെ സിനിമാ ടാക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ വളരെ കാലമായി കേട്ടുകൊണ്ടിരിക്കുന്ന പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ആടുജീവിതം റിലീസായി കഴിഞ്ഞു. സിനിമ കണ്ടു. മലയാള സിനിമാ പ്രേക്ഷകരെ ആടുജീവിതം എന്ന ലോക ക്ലാസിക് സിനിമയോട് കടപ്പെട്ടിരിക്കുന്ന നോവലിസ്റ്റ് ബെന്യാമിനോടാണ്. ഇങ്ങനെ ഒരു നോവൽ ഇല്ലായിരുന്നുവെങ്കിൽ ഇങ്ങനൊരു സിനിമ പിറവിയെടുക്കില്ലായിരുന്നു. ബ്ലസി എന്ന സംവിധായകൻ്റെ തിരക്കഥയിൽ ഈ സിനിമ ജനിച്ചപ്പോൾ മലയാളത്തിലെ എക്കാലത്തെയും ക്ലാസിക് സിനിമകളുടെ നെറുകയിൽ സ്ഥാനം പിടിച്ചിരിക്കുന്നു. ഈ സിനിമ ഒരുപക്ഷെ ഒരു ഓസ്കാർ അവാർഡ് കിട്ടിയാൽ പോലും അത്ഭുതപ്പെടേണ്ടതില്ല എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. പൃഥ്വിരാജ് എന്ന സിനിമാ നടൻ്റെ സിനിമാ ജീവിതത്തിലെ ടോപ്പ് പെർഫോമൻസ് സ്വർഗം തരാമെന്ന് പറഞ്ഞാൽ പോലും ഇങ്ങനെ ഒരു മേക്ക് ഓവറിന് ഒരു സിനിമാ നടനും തയ്യാറാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്രമേൽ ചേഞ്ചാണ്. എന്തൊരു മാറ്റാണെന്നറിയാമോ? നാട്ടിൽ നിന്ന് അവിടെ എത്തിപ്പെട്ട് അങ്ങ് ഓരോ നിമിഷം കഴിയും തോറും ആ മൈന്യൂട്ട് ചേഞ്ചിലൂടെ ആൾ മാറി മാറി വരുന്നത് അതിൻ്റെ പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത് സിനിമ കണ്ടാൽ മാത്രം അറിയാവുന്നതാണ്. അത്രമേൽ നീതി പുലർത്തിക്കൊണ്ട് ഒരു സിനിമയ്ക്ക് വേണ്ടി, ഒരു കലാരൂപത്തിന് വേണ്ടി എന്തൊരു സാക്രിഫൈസാണ് ഈ നടൻ ചെയ്തിരിക്കുന്നത്. അദ്ദേഹം അവിടുന്ന് അവസാനം രക്ഷപ്പെടാൻ കിട്ടുന്ന ഒരവസരത്തിൽ രക്ഷപ്പെടാൻ നേരത്ത് മെലിഞ്ഞുണങ്ങി വികൃത രൂപമായി അവർ മേയ്ക്കുന്ന ആ വേഷമൊക്കെ മാറ്റി അവിടുന്ന് തൻ്റെ നാട്ടിൽ നിന്ന് കൊടുന്ന ഒരു ഡ്രസ്സ് ഇടാൻ, പാൻറ്റും ഷർട്ടും ഇടാൻ വേണ്ടി ശ്രമിക്കാൻ ഒരു നഗ്നനായി പോകുന്ന രംഗമുണ്ട്. അത് കണ്ടു കഴിഞ്ഞാൽ ഇടനെഞ്ച് പൊട്ടിപ്പോകും. സത്യത്തിൽ ഈ സിനിമയുടെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റും ഒന്നിനൊന്നും മെച്ചം. AR റഹ്മാനെ പറ്റിയിട്ട് എന്താ നമ്മൾ പറയണം? ആ മ്യൂസിക്കിനെ പറ്റി നമ്മളൊന്നും വിലയിരുത്താൻ ആരുമല്ല എന്നുള്ളതുകൊണ്ട് സാമാന്യ പെർഫോമൻസ്. എനിക്ക് തോന്നുന്നു ഇതുവരെ AR റഹ്മാൻ്റെ സിനിമാ ജീവിതത്തിലെ മറ്റൊരു നാഴികക്കല്ലായിട്ട് ഇത് മാറുമെന്നുള്ള കാര്യത്തിൽ സംശയമേ ഇല്ല. റസൂൽ പൂക്കുറ്റിയുടെ ശബ്ദമിശ്രണം എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമാണ്. KR ഗോകുലിൻ്റെ ഹക്കീം ഒരു തീരാ നോവായി നമ്മളെ കുറേ കാലത്തോളം അലട്ടിക്കൊണ്ടേയിരിക്കും. പൃഥ്വിരാജിനൊപ്പം തന്നെ കട്ടാക്കി പിടിച്ച് നിൽക്കുകയാണ് ആ പയ്യൻ. എന്ത് ഗംഭീരമായിരിക്കും. നമുക്ക് ആ ഹക്കീമിനെ പറ്റി ഓർത്തോർത്ത് സങ്കടപ്പെട്ടുകൊണ്ടേയിരിക്കും. കാരണം ഇവിടെ നജീബ് രക്ഷപ്പെടുമ്പോൾ നമുക്കൊരാശ്വാസത്തിൻ്റെ തിര കിട്ടുമ്പോൾ ഹക്കീം തീരാ നോവായി തീരുകയാണ് ഈ സിനിമയിൽ. ഈ സിനിമയുടെ പ്രൊഡ്യൂസർ കൂടിയായ ജിമ്മി ജിൻ ലൂയിസ് അവതരിപ്പിക്കുന്ന ഇബ്രാഹിം എന്ന കഥാപാത്രം, കഫീലായി വരുന്ന താലിബ് ബലൂച്ചി എന്നിവരൊക്കെ തകർത്താടുക തന്നെയാണ് ഈ സിനിമയിൽ. ഈ പൃഥ്വിരാജ് എന്ന ഈ മഹാനടന് ഇങ്ങനൊരു റേഞ്ച് ഉണ്ടായിരുന്നതായി എനിക്ക് നേരത്തെ വിശ്വസിക്കാൻ കഴിഞ്ഞിരുന്നില്ല കേട്ടോ. എ ബിഗ് സല്യൂട്ട് ടു മിസ്റ്റർ പൃഥ്വിരാജ്. വെരി ഗ്രേറ്റ് ആക്ടർ. ഇത്രയും പറഞ്ഞത് ഈ സിനിമയുടെ പോസിറ്റീവായ കാര്യങ്ങളാണെങ്കിൽ, സിനിമയുടെ ആദ്യ പകുതിയിൽ പൃഥ്വിരാജിൻ്റെ ക്യാരക്ടറും അമലയുടെ ക്യാരക്ടറുകളും വന്നു പോകുന്ന നിറയെ രംഗങ്ങളുണ്ടെങ്കിലും അതിൽ ചില രംഗങ്ങളൊക്കെ ഇങ്ങനെ വേണമായിരുന്നു എന്ന് എനിക്ക് വ്യക്തിപരമായി തോന്നിയതാണ്. ഒരുപക്ഷെ അത് മറ്റുള്ളവർക്ക് എങ്ങനെ തോന്നിയെന്ന് എനിക്കറിയില്ല. അതുകൂടെ ഒരല്പം അതൊരു സാധാരണ സിനിമ പോലെ ആയിപ്പോയോ എന്ന് തോന്നുന്ന കുറച്ച് ഭാഗങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ ബാക്കിയൊന്നും തന്നെ ഈ സിനിമയുടെ മൊത്തത്തിലുള്ള അതിൻ്റെ പെർഫോമൻസിനെ ബാധിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊള്ളട്ടെ. എന്നാലും അങ്ങനെ മനസ്സിൽ തോന്നിയ ചില ഭാഗങ്ങൾ തോന്നി എന്ന് മാത്രം. നിരവധി നോവലുകൾ മലയാളത്തിൽ സിനിമയായിട്ടുണ്ട് ഇതിനു മുമ്പും. ഒരു നോവലിനെ സിനിമയാക്കുക റിസ്ക്കുള്ള കാര്യമാണ്. കാരണം ആ നോവലിനോട് നീതി പുലർത്തണം. ഈ സിനിമ അതിനീതി പുലർത്തി എന്ന് വേണം പറയാൻ. നീതി മാത്രമല്ല, യഥാർത്ഥ നജീബിന് ഇങ്ങനെയൊക്കെ അനുഭവിച്ചിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. അതിലേറെ അനുഭവിച്ചതായി നമുക്ക് ഫീൽ ചെയ്യും. അത്രമാത്രം അത് ഈ നടൻ്റെ മഹാകഴിവായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ബ്ലസി എന്ന സംവിധായകൻ്റെയും പൃഥ്വിരാജ് എന്ന നടൻ്റെയും, ഇനി എനിക്കങ്ങനെ മഹാനടൻ എന്ന് തന്നെ ആ ഒരു കാറ്റഗറിയിൽ പറയാനാണ് എനിക്കിഷ്ടം തോന്നുന്നത്. സുനിലിൻ്റെ ക്യാമറ മരുഭൂമിയുടെ സൗന്ദര്യം അങ്ങനെ പകർത്തിയെടുക്കുകയാണ്. നമുക്കൊന്നും പറയാനേ സാധ്യമല്ല. അസാമാന്യ വീഡിയോ, എന്തൊരു മനോഹാരിത. എഡിറ്റിംഗ് ആണെങ്കിൽ മറ്റൊരു സൂപ്പർ സാധനം. അത് ശ്രീകാർ പ്രസാദാണ് കൈകാര്യം ചെയ്തിരിക്കുന്നത്. അതിൻ്റെയൊക്കെ കട്ടിങ്ങൊക്കെ അതിമനോഹരമായിരിക്കുന്നു. എന്തായാലും അവസാനമായി പറയാനുള്ളത്, മലയാള സിനിമയെ ലോക സിനിമയുടെ നെറുകിലേക്ക് പിടിച്ചുയർത്തിയ ബ്ലസിയെയും പൃഥ്വിരാജിനെയും ആ സിനിമയുടെ സകല അണിയറ പ്രവർത്തകരെയും സ്പേസ് ചാനൽ ആക്കമഴിഞ്ഞ് അഭിനന്ദിക്കുന്നു. നന്ദി, നമസ്കാരം. ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ.